ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല രുചി മണമൊക്കെ ഉള്ള നല്ലൊരു സാമ്പാറാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്, ഉള്ളി സാമ്പാർ. ഇനി പെട്ടെന്ന് നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് സാമ്പാർ പരിപ്പ്, ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് ആവശ്യം. ചെറിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മളിവിടെ സാമ്പാർ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളി വെച്ചിട്ട് ഇതുപോലെ സാമ്പാർ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഒരുപാട് വെള്ളത്തിൽ അങ്ങനെ കുതിർത്തി വെക്കൊന്നും വേണ്ട, ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്താൽ മതി. പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി മതി. പിന്നെ ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി. ഇനി ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 3 വിസിലാകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വെന്ത് ഉടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ഉള്ളി വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം പരിപ്പിൽ ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ, ഇല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മസാലയുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം പരിപ്പ് നന്നായിട്ട് ഉടച്ച് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഉടച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പരിപ്പ് മസാലയും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിൽ ഇത്രയും വെള്ളം മതിയാവില്ല കേട്ടോ, നമുക്ക് ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും. ആവശ്യത്തിന് നോക്കിയിട്ട് ഇടയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം 2 തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ പുളിയായും സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ ഞാൻ 1 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 കപ്പ് വരെ ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ആ പുളിയൊക്കെ തിളച്ച് വെന്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് സാമ്പാർ പൗഡർ ചേർക്കുന്നത്. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. നമ്മൾ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഉള്ളിയൊക്കെ വെന്ത് വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ തിളയ്ക്കുന്നതിൻ്റെ സമയത്ത് 1 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് ഇത്രയൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് സാമ്പാറിനുള്ളത്. ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിക്കോളും. നമുക്ക് താളിച്ചൊഴിക്കുമ്പോൾ അതിൽ കടുക്, ജീരകം, ഉലുവ, കറിവേപ്പില, പിന്നെ വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ താളിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു താളിച്ചതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ സാമ്പാർ പൊടിയുടെ അളവൊക്കെ നമ്മളെടുക്കുന്ന പൊടിയുടെ ടേസ്റ്റിനും മണത്തിനും അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇന്ന് സാമ്പാർ റെഡിയാക്കിയിട്ടുള്ളത് രാവിലെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉച്ചയ്ക്ക് ലഞ്ചിനും അതുപോലെ ഡിന്നറിന് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരുപാട് നമുക്കിത് ഇഷ്ടപ്പെടും കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.